ഇത്രയും പെട്ടെന്ന് കല്യാണത്തെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചതേ ഇല്ല. പിന്നെ അമ്മയുടെ നിർബന്ധപ്രകാരം 26, 27, 28, 29, 30, 32 വയസ്സായില്ലേ, പിന്നെ എങ്ങനെ തള്ള നിർബന്ധിക്കാതിരിക്കും. കണ്ണാടി കൊള്ളാം കേട്ടോ. അപ്പം തനിക്ക് താല്പര്യം ഉണ്ടാഞ്ഞിട്ടല്ല? എനിക്കേ താല്പര്യമുള്ളു. അല്ല, അമ്മയുടെ താല്പര്യമാണല്ലോ എന്റെ താല്പര്യം. ഞാൻ മംസനാണ്. മംസനോ? അമ്മ മോൻ. ഓ, അതായിരിക്കും അല്ലേ ഇൻസ്റ്റയിൽ ഞാൻ മംസൻ കണ്ട. വല്ലാത്ത ചൂടുണ്ടല്ലേ? ശരിയാ, ഇവിടുത്തെ എ സിക്ക് എത്ര തണുപ്പ് പോരാൻ തോന്നും. അതൊക്കെ ദുബായിലെ എ സി എന്തൊരു തണുപ്പാന്നറിയോ? കൊടും തണുപ്പാ, നല്ല മണമുള്ള തണുപ്പ്. കുടിക്കാൻ വല്ലതും പറയട്ടോ? കുടിക്കാം. എനിക്ക് പഞ്ചസാര ഇടാത്തൊരു ഒട്ടകപ്പാൽ. ഒട്ടകപ്പാലോ? ഒട്ടകപ്പാൽ ആരെങ്കിലും കുടിക്കൂ? അതിനെപ്പറ്റി അറിയത്തില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള പാലല്ലേ ഒട്ടകപ്പാല്. വൃത്തിയുടെ കാര്യത്തിലോ മുൻപന്തിയില്. അതിനെപ്പറ്റിയൊന്നും അറിയില്ലല്ലേ? ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു രാവിലെ 5, 5:30, 6, 6:30 ആകുമ്പോഴത്തേക്ക് ഒട്ടകങ്ങളെല്ലാം കൂടെ നമ്മൾ ഈ മരുഭൂമിയിലോട്ട് ഇങ്ങനെ നിരത്ത് നിർത്തും. എന്നിട്ട് എണ്ണപ്പനയിലെ എണ്ണ എടുത്ത് ഇങ്ങനെ കയ്യിലോട്ട് തേച്ചിട്ട് ഒരു ഈന്തപ്പഴം, ഒരു അണ്ടിപ്പരിപ്പ് ഇതെടുത്ത് ഇങ്ങനെ വായിലോട്ട് ഇട്ടിട്ട് നമ്മളൊരു മൂലക്കിട്ട് ഇങ്ങനെ കറക്കാൻ തുടങ്ങും. ഇങ്ങനെ കറന്ന് ഈ വക്കറ്റിലോട്ട് ഇടും. എന്തൊരു കട്ടിപ്പാലാന്നറിയോ? ഇതിന് വേറൊരു ഗുണമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വെള്ളം ചേർക്കില്ല. അതെന്താ? ഏയ്, മരുഭൂമിയല്ലേ, വെള്ളമില്ല. അതാ ഞാൻ പറഞ്ഞത് ഔഷധ ഗുണം കൂടുതലാന്ന്. ഇത് കഴിക്കണം. പിന്നെ ഇതിനെ കൊണ്ട് ഞങ്ങള് മേയ്ക്കാൻ പോകും. മേയ്ക്കാൻ പോകുമ്പോ കിങ്ങിണിക്ക് കുറുമ്പ് കൂടുതലാ. ഇവൻ ഈ വരിതെറ്റി ചോടിക്കളയും. ഇവനെ തപ്പി ഓടുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്തോളൂ, ഞാൻ എല്ലാം കഴിക്കും. എല്ലാത്തിനും ഔഷധം ഉണ്ടല്ലോ. ഔഷധം എല്ലാത്തിനകത്തും ഉണ്ട്. പക്ഷെ എനിക്ക് ഒരിടം വരെ പോവാണ്ട് അത്യാവശ്യമായിട്ട്. തന്നെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. പിന്നെ കല്യാണക്കാര്യം അത് വീട്ടുകാരടുത്ത് ഞാൻ സംസാരിക്കാം. അപ്പൊ പോട്ടെ. ഒട്ടകപ്പാൽ. ഒട്ടകപ്പാൽ. കിങ്ങിണിയുടെ കാര്യം പറയണ്ടായിരുന്നു. മനസ്സിലായി കാണുമോ?